ഞാൻ ഈ പണ്ട് മുതലേ WCC എന്ന സംഘടനയെ നമ്മൾ നോക്കിക്കാണുന്നത് സ്വന്തം കാര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ചേർന്നുണ്ടാക്കിയൊരു സംഘടന. ഒരു നായിക നടിയുടെ കാരവാനിലേക്ക് ഒരു പെൺകുട്ടി ശൗചാലയം ഉപയോഗിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ആ നായിക നടി സമ്മതിച്ചില്ലെന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞൊരു സംഭവം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് ഏത് നായിക നടിയാന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും WCCയിലുള്ള ആളെന്ന് അറിയാൻ പറ്റും. ഇതാണ് ഇവർ മൂലം ഉണ്ടായത് കുഴപ്പമെന്നറിയുമോ? മനമരുതിക്കും ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകളൂടെ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇവരുടെ ഉദ്ദേശം ഒരു സ്ത്രീകളുടെ സംരക്ഷണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മലയാള സിനിമയിലെ ലഹരി മാഫിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഇവരുടെ പുറകെ നടന്നു കെട്ടുകണക്കിന് കഞ്ചാവ് കിട്ടും. ഇപ്പോഴത്തെ വിഷയങ്ങളൊക്കെ അറിയാമല്ലോ. കത്തിരിക്കുന്ന മലയാള സിനിമ വീണ്ടും ഒരു പ്രതിസന്ധിയിലാണ്. മലയാള സിനിമ ഒരു പ്രതിസന്ധിയിലൊന്നുമല്ല എന്നെനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണ് അറിയേണ്ടത്? ഹേമ കമ്മിറ്റി അതാണ് അഖിൽമാരാർ സാധാരണ ഇങ്ങനത്തെ വിവാദപരമായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. വിവാദപരമായ പ്രസ്താവന ഇപ്പോൾ ഇടപെടാനൊന്നും ഞാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല. പല ആൾക്കാർക്ക് സംസാരിക്കാൻ മടിയുള്ള ചില വിഷയങ്ങൾ പറയുന്നുണ്ട്, കുറച്ച് പേര് അതിനെ വിവാദമാക്കുന്നുള്ളൂ. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നതിനകത്ത് എന്താണ് അതിനകത്തൊരു പുതുമയുള്ളത്? അല്ലെങ്കിൽ അതൊരു റിപ്പോർട്ടായിട്ട് നമുക്ക് കാണേണ്ട എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. സാധാരണ ചായക്കടകളിലും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലും നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പൊതു വിഷയത്തെ ഒരു കമ്മിറ്റി റിപ്പോർട്ടായിട്ട് ഗവൺമെൻറ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തുകൊണ്ട് അവതരിപ്പിച്ചതിന് അപ്പുറത്തേക്ക് എന്താണ് അതിനകത്ത് ഗൗരവകരമായിട്ടുള്ളത്? ഞാൻ പറഞ്ഞത് ഇന്നലകളിൽ നാട്ടിൻപുറങ്ങളിലും സമൂഹത്തിലും സിനിമകളിലും സംഭവിക്കുന്നു എന്ന് കരുതി ഊഹാപോഹങ്ങളിൽ നാട് മുഴുവൻ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വിഷയത്തിനപ്പുറത്തേക്ക് എന്തെങ്കിലും പുതിയതായിട്ട് നമുക്കൊന്നും അതിനകത്ത് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. ഇപ്പം ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിനകത്ത് പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വരുമല്ലോ. അപ്പം മലയാള സിനിമയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. എന്ത് പരിഹരിക്കപ്പെടണം? അപ്പോൾ നമുക്കറിയണം ഏത് കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളാണെന്നറിയണം. ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും സിനിമയിൽ വന്നിട്ടുള്ള കുട്ടികളോ പെൺകുട്ടികളോ അഭിനേതാക്കളോ ആരെങ്കിലും ഒരാൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതി കൊടുത്തിട്ടുണ്ട്. 2017 റിപ്പോർട്ടാണ്, ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് പരാതിപ്പെട്ടിട്ടില്ല. ഇനി 2010 ശേഷം വന്നിട്ടുള്ള സിനിമ നടിമാർ കൊടുത്തിട്ടുള്ള പരാതികളിൽ കാലം മാറിയതിനനുസരിച്ച് സിനിമയിൽ സ്വാഭാവികമായും കുറേ നമുക്ക് എല്ലാവർക്കും അറിയാം സിനിമ സെറ്റിൽ ഇപ്പം കുറേയൊക്കെ സെക്യൂർഡ് ആണെന്നുള്ള കാര്യം. പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപാട് പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആരാണ് തുറന്ന് പറയേണ്ടത്? ബുദ്ധിമുട്ട് ഇപ്പോൾ ഇത്രയും ധൈര്യം കാണിച്ച് പരാതി കൊടുത്ത് റിപ്പോർട്ട് കൊടുത്ത WCCയിലെ മെമ്പർമാർ അവർക്ക് പോലും ഇത് പബ്ലിക്കായിട്ട് തുറന്ന് പറയാനോ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനോ കഴിയുന്നില്ലെങ്കിലും ഈ 15 പേരെന്ന് പറയുമ്പോൾ എല്ലാവരും പ്രമുഖർ. ഇപ്പോൾ ഒരു സാധാരണക്കാർ ഇപ്പോൾ ഒരു പീഡിപ്പിക്കപ്പെട്ട ഞാൻ അവർക്ക് പേരുണ്ട്. അപ്പോൾ ഈ പ്രമുഖരായതുകൊണ്ടാണോ ഇവരുടെ ഒന്നും പറയാത്തത്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഒന്നാമത്തെ കാര്യം ഇത്തരം വിഷയങ്ങളിൽ തെളിവ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഒരു മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് നേരിട്ട് വന്ന് മൊഴി കൊടുക്കാൻ പറ്റണം. ഞാൻ മുമ്പ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഞാൻ ഒരു കമ്മീഷനൊന്നും അല്ല, ഒരു കമ്മീഷൻ തന്നെ ഇവിടെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അത്ര ഒരു ഇൻഡിവിജ്വലായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് ചില ആൾക്കാർ പറഞ്ഞിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഞാൻ പരസ്യമായിട്ട് വിളിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് റിപ്പോർട്ടിൽ പരാതി കൊടുത്തേക്കുന്ന എത്ര പെൺകുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് മലയാള സിനിമയിൽ നിലവിൽ എനിക്ക് തോന്നുന്നത് പല മേഖലകളിലും പല രീതിയിലെടുക്കും. നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലും. ഇതിലൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർകണക്റ്റഡാണ്. അപ്പോൾ 1000-ഓളം സ്ത്രീകൾ പല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരിൽ എത്ര പേര് മൊഴി കൊടുത്തിട്ടുണ്ട്? ഈ മൊഴി കൊടുത്തേക്കുന്നത് ആരൊക്കെയാണ്? ഇതൊക്കെ സാറിൽ പൊതുസമൂഹത്തിലേക്ക് അതായത് അവരുടെ ഏജ് കാറ്റഗറിയൊക്കെ അറിയണം. അല്ലാതെ ഇപ്പോൾ നമുക്ക് 90 കാലഘട്ടത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് പഴയ കുറേ ആൾക്കാരോട് പരാതി കൊടുത്തിട്ടുണ്ടാവും. 90 കാലഘട്ടം മാറിയില്ലേ? അപ്പോൾ നമുക്ക് പണ്ടൊരു പ്രശ്നമുണ്ടായിരുന്നു, ഇന്ന് പ്രശ്നമുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. എന്താണ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു ഒന്നും പറയാനില്ലെന്നുള്ളത്. നിങ്ങൾ ഈ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം, അല്ല എന്ത് പറയാനുള്ളത്? ഇതിനകത്ത് എന്ത് പറയാനും എന്ത് ചർച്ച ചെയ്യാനാണുള്ളത്? ഗവൺമെൻറ് മുക്കി, അത് വേണേൽ പറയാം. അതായത് ഗവൺമെൻറ് ഇപ്പോൾ 4 വർഷമായിട്ട് കമ്മിറ്റി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് മൂടി വെച്ചാണെന്ന് സംശയിക്കപ്പെടുന്നുണ്ടോ? അതായത് കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ട് കൊല്ലിച്ചതും നീയേ ചാപ്പ എന്നൊരു ചൊല്ലുണ്ട്. പണ്ട് അഴിമതിക്കെതിരെ ലോകായുക്തയെ കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രിയുടെ പേര് ലോകായുക്തയുടെ ഭാഗത്തു നിന്ന് ലോകായുക്തയുടെ വിധിയിലുണ്ടാകുമെന്ന് കണ്ട ഘട്ടത്തിൽ ലോകായുക്തയെ നശിപ്പിച്ചില്ലാതാക്കി വാമൂടിയ പട്ടിയാക്കി മാറ്റി. അതുപോലെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനാണെന്ന് പറഞ്ഞ് ഒരു കമ്മീഷനെ വെച്ചത് ഞങ്ങൾ മഹത്തരമായ കാര്യമാണ് ചെയ്തതെന്ന് ഒരു സർക്കാർ പറയുകയും അതേ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ജനങ്ങളുടെ മുന്നിൽ മലയാള സിനിമയിലുള്ള സമസ്ത ആൾക്കാരെ ആണായാലും പെണ്ണായാലും ഏത് മേഖല എല്ലാവരെയും ഒരേപോലെ മോശക്കാരനാക്കി മാറ്റിയിട്ട് ഇതിനെതിരെ ഒന്നുമില്ലാത്ത രീതിയിൽ അറ്റവും മൂല്യം തൊടാത്തൊരു റിപ്പോർട്ടാക്കി മാറ്റിയതും ഇവർ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കൊണ്ട് നടന്നത് ഇവർ തന്നെയാണ്, കൊണ്ട് ഒല്ലിച്ചത് ഇവർ തന്നെയാണ്. അപ്പോൾ ഇതിലൊന്നും നമുക്ക് ഇവരെന്ത് കണ്ടെത്തിയെന്നാണ് പറയുന്നത്? ഇതിനെക്കാട്ടും ഭേദം നമ്മളിൽ കടകളിൽ ഇരുന്ന് ചർച്ച നടത്തിയാൽ പോയായിരുന്നോ? അതിനല്ലല്ലോ ഒരു കമ്മീഷൻ വരേണ്ടത്. അപ്പോൾ അവർ ഗൗരവകരമായ രീതിയിൽ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് പുറത്തുവിടണം.
നടപടികൾ ഉണ്ടാവണം. ഇതൊക്കെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇപ്പം കേസ് പറയുമ്പോൾ മന്ത്രിമാർ ഇപ്പം മന്ത്രിയുടെ ഒരു ഇതുണ്ടായിരുന്നു, അപ്പം ആകാശത്തു നിന്നൊന്നും കേസെടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളത്. കേസെടുക്കാൻ പറ്റും. ആക്ച്വലി ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ സ്ഥലത്ത് പ്രശ്നം നടക്കുന്നു എന്ന് പരാതിപ്പെട്ടാൽ പോലീസിന് കേസെടുക്കാൻ പറ്റും. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇടാൻ പറ്റും. ആ FIR നിലനിൽക്കുമോ നിലനിൽക്കത്തിയോ ഇല്ലയോ എന്നുള്ളത് തുടർ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ ഈ WCCനെ പറ്റി എന്താണ് അഭിപ്രായം? അവർ ഭയങ്കര ധീരമായ നിലപാട് എടുക്കുന്നു എന്നാണ് അവരുടെ ആളുകൾ പറയപ്പെടുന്നത്. പക്ഷേ ഈ 15 പേരുടെ പവർ കമ്മിറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ പീഡനങ്ങൾക്ക് അടിമപ്പെട്ടെന്ന് പറയുന്നുണ്ട്. ഒരാളുടെ പോലും പേര് പറയാൻ ഇവർക്ക് ധൈര്യമില്ലെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് ഇവർക്ക് ബേസിക്കലി ഞാൻ ഈ പണ്ട് മുതലേ WCC എന്ന സംഘടനയെ നമ്മൾ നോക്കിക്കാണുന്നത് സ്വന്തം കാര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രാച്ച പേര് ചേർന്നുണ്ടാക്കിയൊരു സംഘടന. അല്ലാതെ മലയാള സിനിമയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്ന ഓരോ ദിവസവും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്ന കുട്ടികളായിക്കോട്ടെ, ടെക്നീഷ്യന്മാരായിട്ട് വരുന്ന കുട്ടികളായിക്കോട്ടെ, എന്തൊക്കെ പ്രശ്നങ്ങൾ പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഇവരാരെങ്കിലും അഡ്രസ്സ് ചെയ്ത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരക്ഷരം ഇവരെ ആരെയും കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ 2, ഈ ഒരു നായിക നടിയുടെ ക്യാരവാനിലേക്ക് ഒരു പെൺകുട്ടി ഇത് ശൗചാലയം ഉപയോഗിക്കാൻ വേണ്ടി കയറിയ സമയത്ത് ആ നായിക നടി സമ്മതിച്ചില്ലെന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞൊരു സംഭവം ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അത് ഏത് നായിക നടിയാണെന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും WCCയിലുള്ള ആളെന്ന് അറിയാൻ പറ്റും. ഇതാണ് ഇവരുടെയൊക്കെ ബേസിക്കലി ഇന്നിപ്പോൾ ഇവർ മൂലം ഉണ്ടായത് കുഴപ്പമെന്നറിയുമോ? മനമരുതിക്കും ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകളൂടെ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ല, അങ്ങനല്ലേ സംഭവിച്ചിരിക്കണം. അമ്മമാർ, കുട്ടികൾ, ഇനിയിപ്പോൾ അവസരം തേടി വരുന്നവർ. അപ്പോൾ ഇതൊരു കമ്മീഷൻ റിപ്പോർട്ടാണ്. ഞാൻ പറയുന്നത് ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ്. അല്ലാതെ അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഇങ്ങനെ മൊത്തത്തിലായി മാറിപ്പോയി. അപ്പം അതിന് ഇവർ പറയണം. അവർ വന്നിരുന്നുണ്ട്, ചാനലിൽ വന്നിരുന്നിട്ട് ആണുങ്ങളുടെ നെഞ്ചത്ത് കയറിയാൽ മാത്രം പോരാ. പ്രമുഖർ എന്നുള്ളൊരു വാക്ക് മാത്രമേ ഇവരൊക്കെ എല്ലാവരും പ്രമുഖരാണല്ലോ. ആണായാലും പെണ്ണായാലും പ്രമുഖരൊക്കെ തന്നെയാണ്. പിന്നെ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ ഈ ക്യാമറയും കൊണ്ട് ഇവരുടെയൊക്കെ പുറകെ ഇവരൊക്കെ മീറ്റിംഗ് കൂടെ നടന്നുണ്ടല്ലോ. മലയാള സിനിമയിലെ ലഹരി മാഫിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഇവരുടെ പുറകെ നടന്നു നോക്കും. കെട്ടുകണക്കിന് കഞ്ചാവ് കിട്ടും. സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. ഇവരുടെ ഇവരുടെയൊക്കെ കൂടെ സഹകരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. പിന്നെ ഇതൊക്കെ തെളിവുണ്ടോ എന്ന് ചെയ്തൊന്നും തെളിവില്ല. ഒരു 90% കാര്യങ്ങളും നമുക്കിപ്പം തെളിവെടുത്ത് വെച്ച് നിരത്തിയൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവരുടെ ഉദ്ദേശം ഒരു സ്ത്രീകളുടെ സംരക്ഷണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് മലയാള സിനിമയിൽ ഒരുപാട് പുരുഷന്മാർ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഒരുപാട് സ്ത്രീകളെ സംരക്ഷിച്ചിട്ടുള്ളത്. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത് ഈ സ്ത്രീകളൊക്കെ തന്നെ ആയിരിക്കും. എന്നിട്ട് സ്ത്രീ വിമോചനം എന്ന് പറഞ്ഞിങ്ങനെ ഒരു മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ പേരെ കൊണ്ട് പറഞ്ഞ് സ്ത്രീകളെ സംരക്ഷിക്കാൻ ചുമ്മാതാണ്. റിയലായിട്ട് അന്വേഷിച്ച് പോകും. ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനോട് നമ്മൾ ഇതിനൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ 100% ഇവർ തന്നെ പറഞ്ഞാൽ ഹേമ കമ്മീഷനും ഗവൺമെൻറ്റും കൃത്യമായ റിപ്പോർട്ട് പുറത്തുവിടണം. മൊഴി കൊടുത്ത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കണം. അതിനെതിരെ തുടർ നടപടികൾ ഉണ്ടാവണം. അതിനുവേണ്ടി ഏതറ്റം വരെ ഞങ്ങൾ പോരാടുമെന്നാണ് പറയുന്നത്. തിലകൻ സാറിൻ്റെ കേസ് അത് ഞാനൊരു കാര്യം പറയണേ. നമ്മുടെ ഒരു പ്രശ്നം എന്നറിയാമോ? അഭിപ്രായം പറയുന്നവരെ ഇല്ലാതാക്കണം. ഇത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ അടുത്ത കാലത്തായിട്ട് പല അഭിപ്രായങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ എന്നെ വിളിച്ച ഫംഗ്ഷൻസിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മളെ സിനിമയിൽ അടുപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനതുകൊണ്ടാണ് ഇടയ്ക്ക് സിനിമ തന്നെ വേണ്ടെന്ന് വെച്ചത്. നമ്മളാരെയും ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പം ഈ അഭിപ്രായം പറയുന്നവരെ നിലനിർത്തേണ്ട ജോലി അതായത് ജനങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ വേണം, നിങ്ങളെ കണക്ക് സംസാരിക്കുന്ന ഒരാൾ വേണം. ഇപ്പം ഞാൻ നശിച്ചു പോയെന്ന് വെച്ചോ. ഇപ്പോൾ വിനയൻ സാറിനെ മാക്സിമം നശിപ്പിക്കാൻ നോക്കിയെന്ന് പറയില്ലേ പണ്ട്. വിനയൻ സാർ നശിച്ചു പോയി കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിനും എന്താണ് നേട്ടം? അങ്ങേരുടെ കുടുംബം നശിച്ചു പോയി. ഞാൻ നശിച്ചു പോയാൽ എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഇല്ലാതായി. നിങ്ങൾക്ക് കണ്ടന്റ് വേറെയും കിട്ടും. എന്നിട്ട് നിങ്ങൾ പറയാം അഖിലേട്ട അഭിപ്രായം എന്താണെന്ന് ചോദിക്കും. ഞാൻ അഭിപ്രായം വീണ്ടും പറയും. എന്നിട്ട് എൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് നീ ചെലവ് വരുമോ? തരത്തില്ല. എന്നാൽ അടിയിലൊരു പോസിറ്റീവ് കമൻറ്റ് ഇടുമോ? എഴുതത്തില്ല. ഒരുത്തരും ഒന്നും ചെയ്യത്തില്ലെന്നേ. ഈ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ മാക്സിമം എരികേറ്റി ഒരുത്തനെ നശിപ്പിക്കും. മാക്സിമം എരികേറ്റി കൊടുക്കും. പറയാ എല്ലാം പറയും. എന്നിട്ട് ഇവൻ്റെ നാശം നോക്കിയിട്ട് പറയും വല്ല കാര്യം ഉണ്ടായിരുന്നു, അവനവിടെ മിണ്ടാതെ അടങ്ങിപ്പോയിരുന്നു, സിനിമ ചെയ്താൽ പോരായിരുന്നു, വിനയന് ദിലീപിനെ എതിർക്കേണ്ട കാര്യം ഉണ്ടോ? അല്ലെങ്കിൽ വിനയന് ഇത് ആത്മാഭിമാനമുള്ള ആണുങ്ങൾ ഇതൊക്കെ പറയും. അത് ലാഭം നഷ്ടം നോക്കിയിട്ടൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്. പക്ഷേ ഉത്തരവാദിത്വ ബോധമുള്ള കർമ്മബോധവും നീതിബോധവുമുള്ള ഒരു സമൂഹം ചെയ്യേണ്ടത് അങ്ങനെ പറയുന്നവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവരെയും കൊണ്ട് നിർത്തിക്കും. ഇവിടെ ഇപ്പം ഞാനിപ്പം സിനിമ ചെയ്യാൻ ഞാൻ രണ്ടാമത് തീരുമാനിക്കാൻ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ നശിച്ചു പോയാൽ ഒരാൾ ഇനി പറയാതിരിക്കും. അന്നേരം പറയാൻ ഉദാഹരണം അയ്യോ അഖിൽമാരാണെന്ന് ബിഗ് ബോസ് എന്നൊക്കെ ജയിച്ചു വന്നിട്ട് കുറച്ച് ചില രക്ഷപ്പെട്ടൊക്കെ വന്ന സമയത്ത് അയാളിങ്ങനെ അവർക്കെതിരെ പറഞ്ഞു ഇവർക്കെതിരെ പറഞ്ഞു. അവസാനം പുള്ളി എല്ലാവരും ചേർന്ന് ഒതുക്കി. അപ്പോൾ ഒതുക്കപ്പെടാതിരിക്കണമെങ്കിൽ സമൂഹം കൂടെ നിൽക്കണം. സമൂഹം കൂടെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് 100 പേര് സംസാരിക്കും. എന്നെ ഒതുക്കി ഞാൻ നശിച്ചാൽ
ഞാനെന്നല്ല ഞാൻ പറയുന്നത്, ഞാനൊരു വ്യക്തി മാത്രമാണ്. ഇതുപോലുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട്, സംസാരിക്കാൻ ശേഷിയുള്ളവരുണ്ട്. നശിച്ചു പോയാൽ ആരും പിന്നെ ഉണ്ടാവില്ല. കാര്യം എല്ലാവരും പേടിയെന്നറിയോ, ഇവന്മാരെ നശിപ്പിക്കുന്ന ഈ ഒതുക്കുന്ന ഒതുങ്ങാതൊന്ന് മുന്നോട്ട് പോയി കാണിക്കാൻ നോക്ക്. അങ്ങനെ നോക്കാം, നമുക്ക് എല്ലാ മേഖലയിലും നല്ലത് ഉണ്ടാക്കാൻ പറ്റും. ഈ തിലകൻ ചേട്ടൻ്റെ കേസ് അതാണ് ഇപ്പോൾ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിലകൻ ചേട്ടനെ ഒരുപാട് ഒതുക്കാൻ ശ്രമിച്ച കേസൊക്കെ സിനിമയിൽ നമ്മൾ ഇത് ഈ ഒതുക്കൽ, ഞാൻ പറഞ്ഞല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒതുക്കലെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇവരെയൊക്കെ ഒതുക്കാൻ നോക്കിയ ഒരു വിഭാഗമുണ്ട്, അതിനെ അതിജീവിച്ച് മുന്നോട്ട് വന്നവരുണ്ട് ഇല്ലേ. ഇപ്പോൾ ദിലീപ് സാറിനെ ഒതുക്കാൻ നോക്കിയിട്ടുണ്ട്, അദ്ദേഹം അതിനെ അതിജീവിച്ച് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ വീണ്ടും ശക്തമായി തന്നെ വന്നിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഒതുക്കൽ നടക്കും. വിനയൻ സാറിനെ ഒതുക്കാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി സിനിമകൾ ചെയ്തു. ഇപ്പോഴും അദ്ദേഹം ഇൻഡസ്ട്രിയിൽ അടുത്തിടെയും വരെ പടം ചെയ്തുകൊണ്ടാണ്. പുതിയ കാലഘട്ടത്തിലും വന്ന് പടം ചെയ്ത് വിജയപരാജയമല്ല കേട്ടോ. ഒരു സിനിമ ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നതിൻ്റെ പ്രതിസന്ധി എത്രത്തോളം ഉണ്ടെന്ന് അത് ശ്രമിച്ചവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ ഇതിന് പൊതുസമൂഹം ഒപ്പം നിൽക്കുക, പൊതുസമൂഹം ശരികൾക്കൊപ്പം നിൽക്കുക. പൊതുസമൂഹം ശരികൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്നെപ്പോലെയും മറ്റുള്ളവരെ പോലെയൊക്കെ തുറന്നു പറയാൻ ധൈര്യമുള്ളവർ ഒരുപാടുണ്ടാകും. ഞങ്ങളൊരാൾ നശിച്ചാൽ നാളെ ആരും തുറന്ന് പറയില്ല. അറിയാല്ല എന്നെ നശിപ്പിച്ചേ. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.